ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ബേസിക് ഗ്രാമർ ഫംഗ്ഷൻസിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് മോഡൽസ്. നമ്മൾ സ്പെല്ലിംഗ് വളരെ കൃത്യമായിട്ട് നോക്കണം. മോഡൽ നമ്മൾ പെട്ടെന്ന് എഴുതുമ്പോൾ MODEL മോഡൽസ്. നമ്മളിപ്പോൾ പലതിന്റെയും മോഡൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഷേപ്പ് മോഡൽസ് എന്നൊക്കെ പറയുന്നത് അത് വേറെ മോഡലാണ്. ഇവിടെ പറയുമ്പോൾ MODALS മോഡൽസ്. മോഡൽ എന്ന് പറയുന്നത് ഒരു ഹെൽപ്പിംഗ് വെർബാണ്. ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്, ഓക്സിലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ മറ്റൊന്ന് സഹായിക്കുന്നത് എന്നുള്ളതിനാണ്. അപ്പോൾ ഒരു ഓക്സിലറി വെർബാണ്. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ചില കഴിവുകള് അല്ലെങ്കിൽ സാധ്യതകള് അല്ലെങ്കിൽ അനുവാദങ്ങള്, ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട ചുമതലകള്, ഉദ്ദേശ്യങ്ങള്, പിന്നെ ആവശ്യങ്ങള്, നിർബന്ധമായി നമ്മൾ ചെയ്തിരിക്കേണ്ടത്, അതേപോലെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന ആക്ഷൻസ്, ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വെർബുകൾ പറയുന്ന പേരാണ് മോഡൽസ് എന്ന് പറയുന്നത്. മോഡൽസ് നമ്മൾ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽസുകൾ എന്ന് പറയുന്നത് ക്യാൻ, മേ, മസ്റ്റ്, ഷാൾ, നീഡ്, ഹാവ് ടു, വിൽ, വുഡ് ഇതൊക്കെ നമ്മൾ ദൈനംദിനം നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷെ ഇത് ഏതൊക്കെ സർക്കംസ്റ്റാൻസിലാണ്, ഏതൊക്കെ അവസരങ്ങളിലാണ് ഇത് ഓരോന്നും ഉപയോഗിക്കുക എന്നതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കുറവായിരിക്കും. പൊതുവായിട്ട് ജനറലായിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുള്ളൂ. എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി അതെന്തായിരിക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ജനറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് വരുന്നത് ക്യാൻ എന്ന് പറയുന്നതാണ്. നമ്മൾ പറയാറില്ലേ കഴിവ്, അത് കഴിവെന്ന് പറഞ്ഞത് അബിലിറ്റി, ഡൗട്ട്, എന്നുള്ള ഡൗട്ട് വരാതെ പെർമിഷൻ, ക്യാൻ ഐ ആസ്ക് യു സംതിങ്, എനിക്ക് ചോദിക്കാൻ പറ്റും. ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് ക്യാൻ എന്ന് പറയുന്ന മോഡൽ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്നത്. രണ്ടാമത് പറയുന്നത് മേ. മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പെർമിഷനുകൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മേ ഐ സിറ്റ്, ഞാൻ ഇരിക്കട്ടെ, നിങ്ങൾ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ. മേ ഐ ഗെറ്റ്, ഞാൻ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ എന്നുള്ള അനുവാദങ്ങൾക്കാണ്, പെർമിഷനുകൾക്കാണ് മേ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത് പറയുന്നത് ഷാൾ. ഷാൾ എന്ന് പറയുമ്പോൾ അതൊരു ഉദ്ദേശത്തിന് വേണ്ടി, ഞാൻ പിന്നെ ഐ ഷാൾ ഗിവ് യു സം ഫ്ലവേഴ്സ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് പുഷ്പങ്ങൾ തരാൻ തരട്ടെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഉദ്ദേശ ലക്ഷ്യത്തിനാണ് ഷാൾ എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്നത്. ദെൻ ought to എന്ന് പറയുമ്പോൾ മോറൽ ഡ്യൂട്ടി. മോറൽ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ധാർമ്മികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ought to. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഞാൻ ഇന്ന അല്ലെങ്കിൽ അനാഥ മന്ദിരത്തിന് കുറച്ച് പൈസ ഡൊണേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ രണ്ട് രീതിയിലെടുക്കാം, ഷാൾ എന്നുള്ള രീതിയിലെടുക്കാം, ought to എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതങ്ങനെ ജനറലി നമ്മൾ ഉപയോഗിക്കാറില്ല. വലിയ ഹൈ സ്പീക്കിംഗ് ഒക്കെ വരുന്ന സമയത്ത്, വലിയ സംസാരിക്കുന്ന സമയത്ത്, സെന്റൻസുകളിലൊക്കെ ആണെങ്കിൽ വലിയ എഴുത്തുകാരന്മാരൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ought to എന്നൊക്കെ പറയുന്നത്. അപ്പൊ പൊതുവെ യൂസ് ചെയ്യാറില്ല. ദെൻ നീഡ്. നീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പറയുന്നത്, അത് പറയുന്നത് നെസസിറ്റി, ആവശ്യകത അല്ലെങ്കിൽ ആവശ്യകത ഇല്ലായ്മ. ഇത് നെസസിറ്റി, നീഡ് നോട്ട് എന്ന് പറയുമ്പോൾ ആവശ്യകത ഇല്ലായ്മ. ദെൻ ഹാവ് ടു. ഹാവ് ടു എന്ന് പറയുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും ചില കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. ഇതിനൊക്കെ പിന്നെ പറയുന്നത് വില്ലാണ്. വിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആവശ്യം, അതിനാണ് വിൽ എന്ന് പറയുന്നത്. വുഡ് എന്ന് പറയുമ്പോൾ സെയിം അതേ തന്നെയാണ്, ആവശ്യം അല്ലെങ്കിൽ ഇതിന്റെ ആഗ്രഹങ്ങൾ തന്നെയാണ്. പക്ഷെ അതെന്താണ്, ഈ വില്ലിന്റെ പാസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ ഐ വിൽ ഡു എന്ന് പറയുമ്പോൾ ഐ വുഡ് ഡു എന്ന് വെച്ചാൽ ഞാൻ അന്ന് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ വിൽ ഡു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാര്യമാണ്. ദെൻ ഷുഡ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ഫസ്റ്റിന്റെ അതേപോലെ വരുന്നതാണ്, നെസസിറ്റി ആണ് ഇതിൽ വരുന്നത്. ദെൻ യൂസ്ഡ് എന്ന് പറയുമ്പോൾ ഒരേ ആക്ഷൻ തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയി വരുമ്പോൾ യൂസ്ഡ് ടു പറയുന്ന വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള വേർഡ്സ് ആണ്. ചില സമയങ്ങളിൽ ഇപ്പോ എന്താ പറയാ, ഈ നെസസിറ്റി എന്ന് പറയുമ്പോൾ ഷുഡ് നെസസിറ്റി, നീഡ് നെസസിറ്റി ആണ്, മസ്റ്റ് നെസസിറ്റി ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് ആദ്യം തന്നെ പറയാം. അപ്പൊ നമുക്ക് ഈ ഒരു നെസസിറ്റിക്ക് മസ്റ്റ് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നീഡ് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ആ ഒരു സെന്റൻസിൽ അത് മാത്രമേ പറ്റുള്ളൂ എന്ന് നമുക്കൊന്നുമില്ല. അത് ഓരോ അവസരത്തിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അതെന്താണ്, അതിന്റെ ഉദ്ദേശ ലക്ഷ്യം ഈ പറഞ്ഞതായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മസ്റ്റ് എന്നുള്ളത് ഷുഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ എന്താണ് അത് യോജിക്കുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് എക്സാമ്പിൾസ് ആണ്, ജനറൽ ആയിട്ട് വരുന്ന എക്സാമ്പിൾസ്. ഞാൻ പറഞ്ഞു ഇതിന്റെ എല്ലാ വേർഡ്സും നമ്മൾ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് അല്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ചില മര്യാദകൾക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വേർഡ്സുകളാണ് നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് പറയുന്നത് ഐ ക്യാൻ റൈറ്റ് ഇൻ 4 ലാംഗ്വേജസ്. എനിക്ക് 4 ഭാഷയിൽ എനിക്ക് എഴുതാൻ കഴിയും. അതൊരു കഴിവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ക്യാൻ
എന്ന് പറയുന്നത് ഒരു കഴിവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദെൻ രണ്ടാമത് പറയുന്നത് ഒരു പെർമിഷൻ ചോദിക്കുന്നത്. മേ എന്ന് പറഞ്ഞ ഞാൻ ഇതിൽ തൊട്ട് മുന്നേ പറഞ്ഞ പെർമിഷൻ ആണ് ഇതിൽ പറയുന്നത്. അപ്പൊ പെർമിഷൻ മേ ഐ കം ഇൻ, ഞാൻ അകത്തോട്ട് വന്നോട്ടെ, ഒരു പെർമിഷൻ ആണ്. അതൊരു ചോദ്യം പോലെയാണ്. ഒരു നമ്മളിപ്പോ സെന്റൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാതും ഇത് പറയുമ്പോൾ ഒക്കെ കണക്ട് ചെയ്ത് വേണം പഠിക്കാൻ. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് കൂടി അല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാല് പിന്നീട് പഠിക്കുമ്പോൾ അതെന്തായിരിക്കും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ മനസ്സിലാക്കാനും പെട്ടെന്ന് ആൻസർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരുപാട് എളുപ്പ വഴികളാണ്. ഇപ്പൊ ഈ മേ ഐ കം എന്ന് പറയുമ്പോൾ ഇതെന്താണ് ഒരു മോഡൽസിന് ഉദാഹരണമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതേ സമയത്ത് എന്താണ് ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് കൂടിയാണ് എന്നുള്ളത്. അപ്പൊ മേ ഐ കം ഇൻ. ദെൻ മൂന്നാമത് പറയുന്നത് മസ്റ്റിന്റെ എക്സാമ്പിൾ. മസ്റ്റ് ഒക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. യു മസ്റ്റ് ബി ദർ ഇൻ ടൈം. നിങ്ങൾ കറക്റ്റ് സമയത്ത് അവിടെ ഉണ്ടായിരിക്കണം, നിർബന്ധമായിട്ട്. നെസസിറ്റി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെസസിറ്റി, മസ്റ്റിലാണ് നെസസിറ്റി. അല്ലെങ്കിൽ ഇതിൽ നമ്മൾ പ്രോബബിലിറ്റി പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഇറ്റ് മസ്റ്റ് ബി ലൈക്ക് ദാറ്റ്, അല്ലെങ്കിൽ ലൈക്ക് ദാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെ എന്നുള്ളതാണ്. അപ്പോ ഇറ്റ് മസ്റ്റ് ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അതെന്താണ് ഒരു സാധ്യതയാണ് പറയുന്നത്. പക്ഷെ സാധ്യതയ്ക്ക് എങ്ങനെ ഈ മസ്റ്റ് യൂസ് ചെയ്യാൻ നിങ്ങൾ കരുതുന്നുണ്ട്. അപ്പൊ മസ്റ്റ് ബി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ പറയില്ലേ അത് മിക്കവാറും നാളെ മിക്കവാറും മഴയായിരിക്കും. ആ മിക്കവാറും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രയോഗമാണ് ഇതിൽ വരുന്നത്. മസ്റ്റ് ഇതിൽ വരുന്നത് മസ്റ്റ് ബി, ടുമോറോ മസ്റ്റ് ബി റെയിനി ഡേ, അല്ലെങ്കിൽ എന്താണ് എപ്പോഴും ഓൾവേസ് ഇറ്റ് മസ്റ്റ് ബി, ആ രീതിയിലൊക്കെ പറയാറുണ്ട്. മസ്റ്റ് ബി നമ്മൾ വെച്ചാൽ പ്രോബബിലിറ്റി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് യു മസ്റ്റ് ബി ദർ ഇൻ ടൈം, നിങ്ങൾ കൃത്യസമയത്തിന് അവിടെ ഉണ്ടായിരിക്കണം. അതൊരു നെസസിറ്റി നിർബന്ധമായി ചെയ്തിരിക്കേണ്ട കാര്യമാണ്. ദെൻ അടുത്തത് പറയുന്നത് ഐ ഷാൾ ഗീവ് യു സം മണി. ഇവിടെ ഷാൾ എന്ന് പറയുന്നത് ഇന്റൻഷൻ ആണ്, കുറച്ച് പൈസ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അയാൾ പറയുമ്പോൾ ഐ ഷാൾ ഗീവ് യു സം മണി, ഞാൻ കുറച്ച് നിങ്ങൾക്ക് പൈസ തരാം. ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, തരാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു രീതി. ദെൻ അടുത്തത് ഞാൻ പറയുന്നത് ഒരു അൺനെസസിറ്റി. നീഡ് എന്ന് പറയുന്നത് നെസസിറ്റി ആയിട്ട് ഉപയോഗിക്കും. അതേപോലെ നീഡ് നോട്ട് എന്ന് പറയുന്നത് ഒരു അൺനെസസിറ്റി ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോ യു നീഡ് നോട്ട് ടു കം ടുമോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾ നാളെ വരേണ്ടതില്ല. അതൊരു നെസസിറ്റി അല്ലാത്തൊരു കാര്യമാണ്. ഇപ്പൊ യു നീഡ് ടു കം ടുമോറോ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ നാളെ വരണം, ഒരു നെസസിറ്റിയാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് നാളെ വരണം. യു നീഡ് നോട്ട് ടു കം ടുമോറോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് വരേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ദെൻ ഐ വിൽ, അടുത്ത പറയാം വില്ലാണ്. വിൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എന്താണ് ഡിസയർ അല്ലെങ്കിൽ വിഷ്, ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിന്. ഐ വിൽ കം വിത്ത് യു, ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കൂടെ വരാം. അതൊരു ഫ്യൂച്ചറാണ്. വിൽ കം വിത്ത് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചർ ടെൻസ് ആണ്. ഇത് അധികവും എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ ടെൻസിനാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചറിൽ തന്നെ 4 കാലം സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. അപ്പൊ ഈ 4 കാലങ്ങളിലും ഉപയോഗിക്കുന്ന വാക്കുകൾ കൂടിയാണിത്. അത് ഞാൻ ടെൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ആദ്യം ഇവിടെ പറഞ്ഞല്ലോ എന്നുള്ള ഓർമ്മ കൂടി വരും. അപ്പോ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ഇവിടെ ക്യാൻ ഉപയോഗിക്കാറുണ്ട്, മേ ഉപയോഗിക്കാറുണ്ട്, മസ്റ്റ്, ഷാൾ, നീഡ്, ഹാവ് ടു. യു ഹാവ് ടു നമ്മൾ നിർബന്ധമായിട്ട് പറയുന്ന മറ്റൊന്നാണ്. യു ഹാവ് ടു കം ടുമോറോ, അങ്ങനെ നമ്മൾ പറയാറുണ്ട് നിർബന്ധമായിട്ട് പറയാം. ചിലപ്പോൾ നമുക്ക് നാളെ ഒഴിവ് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ സമരങ്ങളും മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രിൻസിപ്പൽസ് ഒക്കെ പറയാറുണ്ട് യു ഹാവ് ടു കം, നിങ്ങൾ എന്താ നിർബന്ധമായിട്ടും വരണം എന്ന് പറയാറുണ്ട്. അപ്പൊ അത് പറയാറുണ്ട്. അപ്പൊ അതേപോലെ വില്ല്, ഈ വുഡ് ഷുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നെസസിറ്റിയും പിന്നെ അതുപോലെ വുഡ് എന്ന് പറഞ്ഞ ഡിസൈൻസൊക്കെ പാസ്റ്റിൽ ഉപയോഗിക്കുന്നത്. ഈ ഷുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഫസ്റ്റിൽ അതേപോലെ തന്നെ നെസസിറ്റി ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ടു എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആണ്. പക്ഷെ ഇത് യൂസ്ഡ് ടു ഓട്ട് ടു ഒന്നും വല്ലാതെ യൂസ് ചെയ്യാറുണ്ട്. പൊതുവായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് യൂസ്ഡ് ടു പിന്നെ അതേപോലെ ഓട്ട് ടു ഒന്നും വല്ലാതെ ഉപയോഗിച്ച് കാണാറില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഈ 10ാം ക്ലാസ്സിലൊക്കെ ഉപയോഗിച്ച് കാണാറില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, പീസായിട്ട് വരുന്ന കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യണം, സ്വയം എഴുതി പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിനി ബേസിക് ഗ്രാമർ ഫംഗ്ഷന്റെ അവസാന ഘട്ടത്തിലേക്കുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻസ്, ബേസിക് ഗ്രാമർ ഫംഗ്ഷൻസ് നമുക്ക് ഏകദേശം പൂർണ്ണമായിട്ടുണ്ടാവും. ഓക്കെ, ഇതിന് നമുക്ക് ഇനി പറയാൻ ബാക്കിയുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഫ്രേസസ്. നമ്മൾ ഒരുപാട് തവണ നമ്മൾ നൗൺ ഫ്രേസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞതാണ്. അപ്പൊ അത് എന്താണ് ഫ്രേസ് എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. അപ്പൊ ഫ്രേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള മറ്റൊന്നാണ് ക്ലോസസ്. ക്ലോസുകൾ പാർട്ട് ഓഫ് സെന്റൻസ് ഓർ ക്ലോസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്ന ഏതൊക്കെയാണ് ഡിഫറെന്റ് ഫ്രേസുകളായിട്ട് നമ്മൾ ഉപയോഗിക്കാറ് എന്നുള്ളതിനെ കുറിച്ചിട്ടും അവസാനമായിട്ട് കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് ഇനി ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് ഫ്രേസുകൾ എന്തൊക്കെയാണ് നമുക്ക് പറയാം. ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു സെന്റൻസ് നമ്മൾ എഴുതണം. ഒരു സെന്റൻസ് പൂർണ്ണമായിട്ടൊരു സെന്റൻസോ അല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെ ഭാഗമായിട്ടുള്ള ക്ലോസുകളോ, സെന്റൻസ് അല്ലെങ്കിൽ ക്ലോസുകളോ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല, ക്ലോസുകളോ അല്ലെങ്കിൽ സെന്റൻസിന്റെ ഇടയിൽ വെച്ചിട്ട് ഒന്നിൽ കൂടുതൽ വേർഡ്സ് അല്ലെങ്കിൽ ഒരു വേർഡ്സിനേക്കാൾ കൂടുതൽ വേർഡ്സുകൾ ഒന്നിച്ച് ചേർക്കണം. എന്ന് വെച്ചാൽ ആ ചേർക്കലോട് കൂടി ഒരു ചെറിയ മീനിങ് കിട്ടുന്ന തരത്തിൽ ചേർക്കുന്ന തരത്തിലുള്ള വേർഡുകൾക്കാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. സെന്റൻസിൽ നിന്ന് വ്യത്യാസമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സെന്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്, മൊത്തം ഒരു സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട്, ഇതിന്റെ ബാക്കിയുള്ള നമുക്ക് ചേർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് കംപ്ലീറ്റ് സെന്റൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഫ്രേസിൽ നമുക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് സെന്റൻസ് ആയിക്കോളുന്നില്ല. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എ സ്മോൾ കൈറ്റ്, നമുക്ക് അർത്ഥവത്തായിട്ടുള്ള രണ്ട് വേർഡുകളാണ്. എന്നാ പറയുമ്പോൾ സെന്റൻസ് ആണോ? അല്ല. എ സ്മോൾ കൈറ്റ്, ഒരു ചെറിയ പട്ടം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എങ്ങനെ, അതൊരു അർത്ഥവത്തായിട്ട് ചെറിയ പട്ടം, നമുക്ക് അർത്ഥമുള്ള ഒരു കാര്യം തന്നെയാണ് ചെറിയൊരു പട്ടം, അതൊരു നൗൺ ഫ്രേസ് ആണ്. അപ്പൊ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പിന്നെ ഒരു സെന്റൻസ്, പൂർണ്ണ സെന്റൻസിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഒന്നിൽ കൂടുതൽ വേർഡ്സുകൾ ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു അർത്ഥവത്താവുന്ന രീതിയിലുള്ള പിന്നെ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു അർത്ഥം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫ്രേസസ് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് 2 or more words functioning as a meaningful units within a sentence or clause. ഒരു സെന്റൻസിലോ ഒരു ക്ലോസിലോ ഉള്ള മീനിങ്ഫുൾ ആയിട്ടുള്ള യൂണിറ്റുകൾ തമ്മിൽ ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു വേർഡോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വേർഡ്, രണ്ട് വേർഡോ അതിൽ കൂടുതൽ വേർഡുകളോ ഒന്നിച്ച് ചേർക്കാം. ഒരു മീനിങ്ഫുൾ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ ഒന്നിച്ച് ചേർക്കുന്ന തരത്തിലുള്ള ഒരു യൂണിറ്റിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഫ്രേസസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയും സെന്റൻസ് നമ്മൾ എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ ഇതിൽ വരുന്ന ക്ലോസ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കട്ടെ. എന്താണ് ക്ലോസ്? എഴുതിയിട്ടുണ്ട്, ഒരു സെന്റൻസിനെ തന്നെ ഒന്നിൽ കൂടുതൽ സെന്റൻസുകളായി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒന്നിൽ കൂടുതൽ സെന്റൻസുകളല്ല, ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു കൺജക്ഷൻ അല്ലെങ്കിൽ കണക്ടേഴ്സ് നമ്മൾ പറഞ്ഞു, അതിന് ആൻഡ്, ബട്ട് ഒക്കെ വേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ വ്യത്യാസമാണ്, സ്പ്ലിറ്റ് ആണ് ചെയ്യുന്നത്. ഒരു വലിയൊരു സെന്റൻസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കണക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടാവും, വലിയ സെന്റൻസുകളാക്കി മാറ്റിയിട്ടുണ്ടാവും. അതിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ സെന്റൻസുകളാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള, അങ്ങനെ ഒന്നിൽ കൂടുതൽ സ്പ്ലിറ്റേജ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ബ്രേക്ക് ഡൗൺ വരികയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു മെയിൻ ക്ലോസ് ഉണ്ടാവും, സബ് ക്ലോസുകളായിട്ട് വേറെ വരുന്നുണ്ടാവും. അപ്പൊ ഒരു ഒറ്റ സെന്റൻസിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത്, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള സെന്റൻസുകളെയാണ് നമ്മൾ പറയുന്നത് ക്ലോസുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇത് വെച്ചിട്ട് ഒന്നുകൂടി ചോദിച്ചോ, സെന്റൻസുകളോ അല്ലെങ്കിൽ ക്ലോസുകളോ അതിൽ നിന്നും എടുക്കുന്ന പിന്നെ മീനിങ്ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ഒന്നിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫ്രേസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ തരത്തിലുള്ള ഫ്രേസുകളാണ് നമുക്ക് അവൈലബിൾ. ഫസ്റ്റ് വൺ പറയുന്നത് നൗൺ ഫ്രേസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ സ്മോൾ കൈറ്റ് എന്ന് പറയുമ്പോൾ കൈറ്റ് എന്ന് പറയുന്നത് നൗണാണ്. എ സ്മോൾ എന്ന് പറയുമ്പോൾ അതെന്താണ്, അത് അതിനെ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അഡ്ജക്റ്റീവ് ആണ്. സ്വാഭാവികമായിട്ട് അത് രണ്ടും കൂടി ചേർന്നപ്പോൾ ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു വാക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു വാക്യം കിട്ടി. അപ്പോ ദ ടൈനി മൗസ്, ഇവിടെ പറയുന്നത് ദ ടൈനി മൗസ്, ചെറിയ ഒരു കുഞ്ഞെലി എന്നൊക്കെ പറയുന്നത്, ചെറിയ എലി എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസ് അല്ലേലും എന്നാൽ ഈ രണ്ട് വേർഡോട് കൂടി ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യം കിട്ടും ചെയ്യും. ഇതാണ് നൗൺ ഫ്രേസ്. അതിൽ മൗസ് എന്ന് പറയുന്നത് നൗണാണ്. മറ്റൊന്ന് ഇനി പറയുന്നത് വെർബ് ഫ്രേസ് ആണ്. വെർബ് ഫ്രേസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഇതിൽ നൗണിൽ മൗസ് ആണ് നൗൺ. ഇനി വെർബ് ഫ്രേസ് എന്ന് പറയുമ്പോൾ റീഡിംഗ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്, വെർബായിട്ട് വരുന്നത്. ഈ വാസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാസ്റ്റ് പിന്നെ സിമ്പിൾ പാസ്റ്റിൽ വരുന്ന ഒരു കാര്യമാണ് വാസ് റീഡിംഗ് എന്ന് പറയുന്നത്. സോറി, സിമ്പിൾ അല്ല, പാസ്റ്റ് കണ്ടിന്യൂസിൽ വരുന്ന ഒരു കാര്യമാണ് വാസ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വരുന്നത് വാസ് റീഡിംഗ് എന്ന് പറയുമ്പോൾ വായിക്കുകയായിരുന്നു. റീഡിംഗ് എന്ന് പറയുന്ന വെർബും വാസ് എന്ന് പറയുന്ന വാക്കോട് കൂടിയിട്ട് എന്തായാലും ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു ഫ്രെയിമായി മാറി. അതിനെയാണ് നമ്മൾ വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. മൂന്നാമത് പറയുന്നതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താന്ന് പറയുന്നത് ഒരു നാമവിശേഷമാണ്. നാമവിശേഷം എന്ന് പറയുമ്പോൾ ടോൾ അല്ലെ, ഒരു നാമത്തെ പറഞ്ഞിരിക്കാൻ വിശേഷിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടോൾ. വെരി ടോൾ, വളരെ നീളം കൂടിയിട്ടുണ്ടോ, വളരെ നീളം കൂടിയെന്ന് പറയുമ്പോൾ രണ്ട് വാക്കോട് കൂടി രണ്ട് വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു ഫ്രേസ് ആയി മാറി ടോൾ എന്ന് പറയുന്നത്. ദെൻ അഡ്വർബ് ഫ്രേസ്. മറ്റേത് അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നൗണിന്റെ വിശേഷണമാണ്. ഇത് പറയുമ്പോൾ വെർബിന്റെ വിശേഷം എന്ന് പറയുമ്പോൾ ഒക്കേഷണലി. ഒക്കേഷണലി എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും, ഓൺലി ഒക്കേഷണലി എന്ന് പറഞ്ഞാൽ വളരെ പിന്നെ എന്താണ് പിന്നെ
വളരെ എപ്പോഴേലും വല്ലപ്പോഴും മാത്രം എന്നൊക്കെ പറയുന്ന പോലെ വല്ലപ്പോഴും മാത്രം ഓൺലി, എന്നാലും അത് അർത്ഥവത്തായിട്ടുള്ള ഫ്രേസ് തന്നെയാണ്. ലാസ്റ്റ് പറയുന്നതാണ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഓൺ ദ ടേബിൾ, ടേബിളിന്റെ പുറത്ത്. ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ടേബിളിന്റെ പുറത്ത്. ഇതിലൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 വേർഡ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ 3 വേർഡ്സോട് കൂടി അതെന്താണ് ഒരു കറക്റ്റ് മീനിങ് ആയിട്ടുള്ള യൂണിറ്റ്സുകളായി ക്രിയേറ്റഡ് ആയിട്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഫ്രേസുകളുടെ വിവിധ രൂപത്തിൽ നമുക്ക് ക്രിയേറ്റ് ആകുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രേസുകളായി നമ്മൾ കണക്കൂട്ടുന്നു. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് ഫ്രേസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആ ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഒന്നുകൂടി വിശദീകരിച്ച് പറയുന്ന ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിൽ നിന്നോ അല്ലെങ്കിൽ ക്ലോസിൽ നിന്നോ എടുക്കുന്ന ഗ്രൂപ്പ് ഓഫ് 2 or more വേർഡ്സ്, 1, 2 അതിൽ കൂടുതലോ വേർഡ്സുകൾ ഒന്നിച്ച് ചേർക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഒരു മീനിങ് യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരത്തിലുള്ളതിനെയാണ് ഫ്രേസ് എന്ന് പറയുന്നത്. അത് സെന്റൻസിൽ നിന്നോ അല്ലെങ്കിൽ ക്ലോസിൽ നിന്നോ. ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെന്റൻസ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ which is known as clauses. സെന്റൻസിനെ വീണ്ടും അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. ദെൻ ഏതൊക്കെ ഫ്രേസുകളാണ്? നൗൺ ഫ്രേസ് എന്ന് വെച്ചാൽ നൗണോട് കൂടിയിട്ട് വെർബ്, അഡ്ജക്റ്റീവ്, ടോള്, അഡ്വർബ്, ഒക്കേഷണലി, പ്രിപ്പോസിഷൻ, ഓൺ ദ ടേബിൾ. അപ്പൊ ഇതൊക്കെ എന്താണ് ഫ്രേസുകളുടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രൂപങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ വരുന്ന ഭാഗം എന്ന് പറയുന്നത് കമ്പാരിസൺ. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, നമ്മൾ കമ്പയർ ചെയ്യാം, താരതമ്യം ചെയ്യാം. ഇപ്പോ എന്റെ വീട് പിന്നെ അവന്റെ വീട് എന്റെ വീടിന്റെ അത്ര ഉണ്ട് നമ്മൾ പറയാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ അവന്റെ വീട് എന്റെ വീടിന്റെ അത്ര സ്ഥലമുണ്ട്, എന്റെ വീടിന്റെ അത്ര സ്ഥലമുണ്ട്. അപ്പൊ എന്താ, പിന്നെ ഹൗസ് ഈസ് ആസ് സ്പേഷ്യസ് ആസ് മൈൻ. അവന്റെ വീട് എന്ന് പറയുന്നത് എന്റെ വീടിന്റെ അത്ര വിസ്താരമുള്ള സ്ഥലങ്ങളുള്ള സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ഉള്ള വീടാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒന്നിനൊന്ന് കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ കമ്പാരിസൺ എന്ന് പറയുന്നത്. കമ്പാരിസൺ 2 രീതിയിലാണ്. കൂടുതലും അഡ്ജക്റ്റീവ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യാറ് എന്നുള്ളത്. അഡ്ജക്റ്റീവ് വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാറ്. അഡ്ജക്റ്റീവ്സ് ആണ്. 2 രീതിയിലാണ് അഡ്ജക്റ്റീവ്സിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ. 2 രീതിയിലാണ്. ഒന്ന്, adding er to the short adjectives. 2 adjectives, ഷോർട്ട് അഡ്ജക്റ്റീവ്സിന് ഒരു തരത്തിലും ലോങ് അഡ്ജക്റ്റീവ്സിന് മറ്റൊരു തരത്തിലുമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കമ്പാരിസൺ നടത്താൻ മാറ്റങ്ങൾ വരുത്താറ്. ഇപ്പോ ഷോർട്ട് അഡ്ജക്റ്റീവ്സിന് ഉദാഹരണം പറയുന്നത് ഈസി, എളുപ്പം. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഉദാഹരണമാണെങ്കിൽ പിന്നെ മാത്തമാറ്റിക്സ് ഈസ് ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് ഈസിയാണ്. ഇനി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മാത്തമാറ്റിക്സ് ഈസ് ഈസിയർ ദാൻ സോഷ്യൽ സയൻസ്. അവിടെ എന്താ വ്യത്യാസം വരുന്നത്? ആദ്യം പറയുന്നത് മാത്തമാറ്റിക്സ് ഈസി ആണെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത് പറയുന്നത് കമ്പാരിസൺ നടത്തുന്നത് എന്താണ്, മാത്തമാറ്റിക്സ് ഈസ് ഈസിയർ ദാൻ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് എന്താണ്, സോഷ്യൽ സയൻസിനേക്കാളും എളുപ്പമുള്ളതാണ് മാത്തമാറ്റിക്സ്. അപ്പൊ അവിടെ എന്ത് ചെയ്തു, ഈസിയർ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വേർഡ് ഉപയോഗിച്ച്, അതായത് ഇതിന്റെ ഫോം തന്നെയാണ് കമ്പാരിറ്റീവിന്റെ അഡ്ജക്റ്റീവിന്റെ മറ്റൊരു ഫോം തന്നെയാണ്. ആ ഫോം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഒരു കമ്പാരിസൺ നടത്തി. ഇത് ഷോർട്ട് അഡ്ജക്റ്റീവിന്റെ കാര്യമാണ്, ഷോർട്ട് അഡ്ജക്റ്റീവ്സ്. അതേപോലെ മറ്റൊരു പറഞ്ഞാൽ വൈസ് വൈസ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ രാജു ഈസ് വൈസ്, അവൻ ബുദ്ധിയുള്ള. രാജു എന്ന് പറയുന്ന വ്യക്തി ബുദ്ധിയുള്ള. ദെൻ കമ്പാരിസൺ വരുമ്പോൾ എന്താണ്, മറ്റൊരാളെക്കാളും. അപ്പൊ രാജു ഈസ് വൈസർ ദാൻ സീത. രാജു എന്ന് പറയുന്ന കുട്ടി സീത എന്ന് പറയുന്ന കുട്ടിനേക്കാളും ബുദ്ധിയുള്ളവരാണ്. അപ്പൊ അത് പറയുന്നത്. അപ്പൊ നമ്മൾ കമ്പാരിസൺ നടത്താൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഷോർട്ട് അഡ്ജക്റ്റീവ്സിന്റെ കൂടെ ER എന്ന് പറയുന്ന അക്ഷരങ്ങൾ ചേർത്തുകൊണ്ടായിരിക്കും ഷോർട്ട് അഡ്ജക്റ്റീവ്. ദെൻ ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കാറ്റഗറി. ആദ്യത്തെ നമ്മൾ പറയുന്നത് എന്താണ്, ആഡിങ് ER ടു ദി ഷോർട്ട് അഡ്ജക്റ്റീവ്സ്. ചെറിയ അഡ്ജക്റ്റീവ്സിനോട് ER എന്ന് പറയുന്ന അക്ഷരം ചേർത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ അതിനെ കമ്പയർ ചെയ്യും. അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്തമാറ്റിക്സ് ഈസ് ഈസിയർ ദാൻ സോഷ്യൽ സ്റ്റഡീസ്. ഓക്കെ, ഇനി അതേപോലെ രണ്ടാമത്തത് പറയുന്നത് ആഡിങ് മോസ്റ്റ് ഓർ ലീസ്റ്റ് ടു ദ ലോങ് അഡ്ജക്റ്റീവ്സ്. ഇതിപ്പോ ഷോർട്ട് അഡ്ജക്റ്റീവ് ER മാത്രം ചേർത്താൽ മതി. നേരെ മറിച്ച് ലോങ് അഡ്ജക്റ്റീവ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കൂടെ ഒരിക്കലും ER ചേർക്കാൻ പാടില്ല. പകരം മോസ്റ്റോ അല്ലെങ്കിൽ ലീസ്റ്റ്. മോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീമിസിറ്റി കൂടുതലുള്ള ലെവൽ, ഏറ്റവും അപ്പർ ലെവലിൽ നിൽക്കുന്നത് മോസ്റ്റ്. ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ്, പരമാവധി ഏറ്റവും മാക്സിമം എത്ര കുറവുണ്ട് അതിനാണ് ലീസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഉദാഹരണം പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഡിഫിക്കൽട്ട്, മോസ്റ്റ് ഡിഫിക്കൽട്ട്. മോസ്റ്റ് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏറ്റവും അപ്പർ ലെവലിൽ ഏറ്റവും പ്രയാസം നിറഞ്ഞിട്ടുള്ള, ഏറ്റവും കൂടുതൽ പ്രയാസം നിറഞ്ഞിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ് മോസ്റ്റ് ഡിഫിക്കൽട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന വിഷയം ഈ മാത്തമാറ്റിക്സ് ഈസ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ദാൻ മറ്റൊരു. എന്ന് വെച്ചാൽ ഇതിനേക്കാളും കമ്പയർ ചെയ്യുന്ന സമയത്ത് പിന്നെ മാത്തമാറ്റിക്സ് ആണ് ഏറ്റവും പ്രയാസമുള്ളത്. മാത്തമാറ്റിക്സ് ഈസ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ദാൻ
ഇപ്പൊ 2 വിഷയം പറയുകയാണെങ്കിൽ ആ 2 വിഷയം ടോട്ടൽ സബ്ജക്ട് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ മാത്തമാറ്റിക്സ് ആണ് ഏറ്റവും പ്രയാസം നിറഞ്ഞത് എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഇതിന്റെ ഏറ്റവും ലോവർ ലെവലാണ്. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ലീസ്റ്റ് എന്ന് പറയുന്ന വാക്ക്. ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രയാസം കുറഞ്ഞത്, ഏറ്റവും ലീസ്റ്റ് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രയാസം കുറഞ്ഞത് എന്നതാണ്. അപ്പൊ മാത്തമാറ്റിക്സ് ആണ് ഏറ്റവും പ്രയാസം കുറഞ്ഞത് എന്നുള്ള രീതിയിൽ നമുക്കിതിന് ഉദാഹരണം എഴുതാൻ പറ്റും. അപ്പൊ ഇതിന് നിങ്ങൾ എന്തെങ്കിലും വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിനനുസരിച്ച് നിങ്ങൾ ഒന്നിൽ കൂടുതൽ പിന്നെ ഉദാഹരണങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ എഴുതി ശ്രമിക്കുക. പിന്നെ അതോടൊപ്പം പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ ഞാൻ എന്തെങ്കിലും നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ